ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സമൂസയുടെ റെസിപ്പി നോക്കാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. ആദ്യമായി സമൂസയിലെ ഫില്ലിങ്സിന് ആവശ്യമായ 2 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതേപോലെ 2 സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് രണ്ടും വേവിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ വെച്ചിട്ടാണ് നമ്മൾ സമൂസ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്. ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മസാല വേവുമോ എന്നുള്ള ടെൻഷനൊന്നും ആർക്കും വേണ്ട. ഫില്ലിങ്സ് നന്നായിട്ട് സമൂസയ്ക്കുള്ളിൽ വെന്ത് വന്നിട്ടുണ്ടാകും. ഇപ്പോൾ ഫില്ലിങ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ നല്ലൊരു സമൂസ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് പൊട്ടിച്ചെടുക്കാൻ ആവശ്യമായ മൈദ കുറച്ചെടുത്ത് വെള്ളത്തിലൊന്ന് കലക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു ഷീറ്റ് എടുത്ത് ട്രയാങ്കിൾ വരുന്ന രീതിയിൽ നമുക്ക് ഒരു 1/4 ഭാഗം വെച്ച് മടക്കിയെടുക്കണം. ഇതുപോലെ ശേഷം ഒരു കുമ്പിള് പോലെ വരും. ഇതിനകത്തിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ബാക്കി വരുന്ന ഭാഗം തിരിച്ചതുപോലെ കോണോടെ മടക്കിയെടുക്കാം. ഇപ്പോൾ നല്ലൊരു ട്രയാങ്കിൾ രീതി വന്നിട്ടുണ്ട്. ബാക്കി വരുന്ന ഭാഗത്ത് മൈദ കലക്കി വെച്ചത് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. മൈദ ഭയങ്കര വെള്ളത്തിൽ കലക്കരുത്, കുറച്ച് ഒരു പേസ്റ്റ് പോലെ വരുന്ന രീതിയിൽ കലക്കിയെടുത്താൽ മതി. എല്ലാവരും ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഒന്നുകൂടെ നോക്കാം. ആദ്യം കുറച്ച് പാടുണ്ടാകും എന്നുള്ളതേ ഉള്ളൂ. 1-2 തവണ കഴിയുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് മടക്കാൻ സാധിക്കും. ഇപ്പോൾ എല്ലാം ഫില്ലിങ്സും സമൂസ ഷീറ്റിൽ നിറച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഫ്രൈക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ നന്നായി ചൂടാവണം. ശേഷം സമൂസ ഇടുന്ന സമയം മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം. ആക്കിയതിന് ശേഷം സമൂസ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഒരു സൈഡ് നന്നായിട്ട് പൊള്ളി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ 2 സൈഡും 3 മിനിറ്റ് വീതം ചെറുതായിട്ട് നമുക്കൊന്ന് ടൈം എടുത്ത് തന്നെ വേവിച്ചെടുക്കണം. കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ സമൂസ 2 സൈഡും നന്നായി ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഉൾഭാഗം നന്നായിട്ട് പെർഫെക്റ്റായിട്ട് തന്നെ വെന്ത് വരും. തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സമൂസയുടെ പുറഭാഗം കരിഞ്ഞു പോകും, ഉള്ളിലാണെങ്കിൽ വേവത്തുമില്ല. ഇങ്ങനെ തന്നെ എല്ലാം ഒന്ന് തയ്യാറാക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി വേവിക്കാം. ഇങ്ങനെ എളുപ്പത്തിൽ നോർമൽ സമൂസയുടെ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ സമൂസയും ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ തയ്യാറാക്കിയാൽ പെട്ടെന്നൊന്നും സമൂസ ചീത്തയാവുകയൊന്നുമില്ല. ഇപ്പോൾ എല്ലാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത്രയ്ക്കും സിമ്പിളായിട്ട് സമൂസ ഉണ്ടാക്കാം. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫ്ലെയിം എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ വേവിച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്.